RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ലബ് വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടർ മത്സരത്തെ കുറിച്ചാണ്. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് കുറെ അട്ടിമറികൾ നടന്നു. അട്ടിമറികളുടെ കഥയാണ് പറയാനുള്ളത്. നമ്മൾ യൂറോപ്പിലാണ് ഏറ്റവും നല്ല ലീഗുകൾ എന്നൊക്കെ പറയുന്നവര് ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ അതിന് പുറത്തും കുറെ ലീഗുകൾ നടക്കുന്നുണ്ട്. ബ്രസീലിലും അർജന്റീനയിലും അമേരിക്കയിലും മെക്സിക്കോയിലും സൗദിയിലും വരെ. അതൊക്കെ നമ്മൾ ഈ ക്ലബ് വേൾഡ് കപ്പ് വേണ്ടി അതൊക്കെ ഒന്ന് കാണാൻ. നമ്മൾ മുൻപുള്ള ക്ലബ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇങ്ങനെയൊന്നും കാണലുണ്ടായിരുന്നില്ല. അത് എന്തായാലും ഏതെങ്കിലും ഒരു ടീം ഈ ഇപ്പോൾ റയൽ മഡ്രിഡോ മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെ ആരാണ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരിക്കുന്ന ആ ടീം തന്നെയാണ് മിക്കവാറും ക്ലബ് വേൾഡ് കപ്പ് നോക്കുക. പക്ഷേ ഇപ്രാവശ്യം വിപുലീകരിച്ച കുറെ ടീമുകളിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള 32 ടീമുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വേൾഡ് കപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറെ രാജ്യങ്ങളുടെ കളി കാണാൻ പറ്റി. അതിൽ ഇന്നലെ നടന്ന അട്ടിമറികൾ രണ്ടെണ്ണം. ഒന്ന് ഇന്റർ മിലാനെ പരിചയപ്പെടുത്തി ബ്രസീലിയൻ ക്ലബായ ഫുമിലൻസ് അവര് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കും. 2-0 അതേപോലെ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി അൽഹിലാൽ സൗദി ക്ലബായ അൽഹിലാലിനോട് 4-3 പരാജയപ്പെട്ടു. 1-0 ഒന്നല്ല, 4-3 കളി കാണേണ്ടത് തന്നെയായിരുന്നു. അടി തിരിച്ചടി. എന്താ പറ്റിയ പെപ്പിന്റെ സിറ്റിക്ക്? ഇതുവരെ ഈ സീസണിൽ 0 കപ്പ് ഇതായിരുന്നു അവരെ അവസാനത്തെ പ്രതീക്ഷിച്ച. എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ക്ലബ് വേൾഡ് കപ്പ് നേടാൻ ചാൻസ് ഉള്ള ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ സിറ്റിനെ വിലയിരുത്തിയത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു തോൽവി അവർക്ക്, അതും വലിയ ആഘാതമാണ് എത്തിയത്. 4-3. എനിക്ക് ഇതിൽ പറയാനുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് പറ്റിയ എന്താന്ന് പറഞ്ഞാല് ഇവരുടെ ഡിഫൻസ് പക്കാ പോക്കായിരുന്നു. അതേപോലെ ഗോളി ആൻഡേഴ്സൺ ഈ ചങ്ങായിയുടെ പൊസിഷനിലായ്മയും 4-4 ഷോട്ടാണ് ഓൺ ടാർഗറ്റിലേക്ക് വന്നത്. 4 ഗോളായി എന്ന് പറയുമ്പോൾ അവിടെ ഗോളിയുടെ കഴിവുകളും ഡിഫൻസിന്റെ പോരായ്മകളും തന്നെയല്ലേ. സിറ്റി അറ്റാക്കിങ്ങിൽ ഇങ്ങനെ ഫോമായിട്ട് ഇങ്ങനെ ഗോൾ അടിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ്. ടീം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സൈനിങ്ങുകളും എല്ലാവരും കൂട്ടിയിട്ട് ഒന്ന് റെഡിയായി വരണം. ആ സമയത്താണ് ഇന്നലെ കിട്ടിയ പണി. അങ്ങനെ ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റി സീസണിൽ പുറത്തായിരിക്കുന്നു. 2024-25 സീസണിൽ 0 കപ്പോട് കൂടിയിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി പുറത്തു പോകുന്നത്. പെപ്പിനോട് കഴിയാവുന്ന പുതിയ സൈനികൾ കൊണ്ടുവന്നു, ചെർക്കി അങ്ങനെയുള്ള പുതിയ സൈനികളെ കൊണ്ടുവന്നു. പക്ഷെ ടീമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഡിഫൻസിൽ ഇങ്ങനെ ഒരു പാളിച്ചകൾ, അറ്റാക്കിങ്ങിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നികത്തി വരികയായിരുന്നു. അപ്പോഴേക്കും ഡിഫൻസ് ഒരു സൈഡിൽ നിന്ന്, അതായത് ഗോൾ കീപ്പറിന്റെ ഇന്നലത്തെ ഒരു അവസ്ഥയും ഭയങ്കര മോശമായിരുന്നു. അതേപോലെ ഇന്റർ മിലാന്റെ കളിയെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ബ്രസീലിയൻ ടീമായ ഫ്ലൂമിനസിനോട് കൂടിയിട്ട് 2-0 പരാജയപ്പെട്ടു. ഇന്റർ ഗ്രൗണ്ടിൽ കിടന്ന് ഇങ്ങനെ ഉഴുത് മറിക്കണ്ടായിരുന്നു. പക്ഷേ ഗോൾ അവസാനം കളി അവസാനിച്ചപ്പോൾ 2-0 ബ്രസീലിയൻ ക്ലബ്ബ് ജയിച്ചു. ഒരു ഗോൾ ലീഡായിരുന്നു. അവർ അത്യാവശ്യം നല്ല കട്ടാക്കി വൃത്തിക്ക് ഇന്റർ മിലാനെ ബ്ലോക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. എമ്മാതിരി ഡിഫൻസ് ആവാന്. അതില് ചങ്ങായി ബ്രസീലിന്റെ ക്യാപ്റ്റൻ സിൽവയ്ക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം. എന്താ പറഞ്ഞാൽ അത്ര ഭംഗിയായിട്ട് അവർ ആ ഒത്തൊരുമയോട് കൂടിയിട്ട് അതേപോലെ കിട്ടുന്ന ബോളോട് നല്ല രീതിക്ക് ടാർഗറ്റിലേക്ക് കൗണ്ടർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടിയ ചാൻസ് 2 മുതലെടുത്ത് ഗോളാക്കി. ഇന്റർ മിലാന് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് PSG എതിരെ ഏറ്റവും അടിയുണ്ടല്ലോ 5-0 പറഞ്ഞത്. അതിൽ നിന്ന് ഇപ്പോഴും അവർ എണീറ്റിട്ടില്ല. അപ്പൊ കളിക്ക് ശേഷം ലൗതാറോ മാർട്ടിനസ് പറഞ്ഞു, ഞാനിവിടെ ക്യാപ്റ്റനായിരിക്കുന്ന ടീമില് എന്നോട് കൂടി കിരീടങ്ങൾ ചൂടാൻ വേണ്ടിയിട്ട് എന്നോട് കൂടെ നിൽക്കാനുള്ളവർക്ക് കൂടെ നിൽക്കാം, അല്ലാത്തവർക്ക് ഈ ക്ലബ്ബ് വിട്ടു പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെയൊക്കെ അങ്ങനെയാണ്. ഈ പെനാൾട്ടി ബോക്സ് വരെ, ഫ്ലൂമിനൻസിന്റെ പെനാൾട്ടി ബോക്സ് വരെ കൊണ്ടുകൊണ്ട് ഇന്റർ മിലാന് അവിടെ നിന്ന് നിൽക്കുക. കുറെ ചാൻസ് കിട്ടി. അവിടെ 45-കാരനായ ഗോൾ കീപ്പർ ഒരു രക്ഷയില്ല കേട്ടോ. ചെങ്ങായിയുടെ ഗോൾ കീപ്പിങ്, ഫ്ലൂമിനൻസിന്റെ ഗോൾ കീപ്പർ അത്യപാരകമായ സേവുകൾ. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ യാസീന്റെ ഇവരുടെ അൽഹിലാലിന്റെ ഗോൾ കീപ്പർ യാസീന്റെ ഷോട്ട് 14 ഷോട്ട് ഓൺ ടാർജറ്റാ. 18 ഷൂട്ട് എടുത്തതിൽ 14 ഓൺ ടാർജറ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നുപോലും ഈ 3 ഗോളാ വീണത്. അതിൽ മാരകമായ സേവുകൾ. ഈ ചങ്ങായി എമ്മാതിരി സേവുകൾ പോലെ ഒരു രക്ഷയില്ല. അതിന്റെ ഒരു 10% പോലും നമ്മുടെ സിറ്റിയുടെ ഗോൾ കീപ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താല്ലേ. അങ്ങനെ സിറ്റി എന്തായാലും അവസാനിപ്പിച്ചു ഈ സീസണിൽ കപ്പുകളൊന്നും ഇല്ലാതെ. അതേപോലെ തന്നെ ഇന്റർ മിലാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ 5 ഗോളിന് പരാജയപ്പെട്ടു PSG അടുത്ത്. അതേപോലെ ലീഗിൽ ടോപ്പിൽ നിന്നായിരുന്നു. അവസാനമായപ്പോൾ നെപ്പോളി കയറിയിട്ട് അങ്ങോട്ട് അവര് കപ്പ് കൊണ്ടുപോയി. 2 പോയിന്റ് ലീഡിൽ അവർ കപ്പടിച്ചു. അതേപോലെ ഇറ്റാലിയൻ കപ്പിൽ സെമിഫൈനലിൽ AC മിലാനോട് പരാജയപ്പെട്ടു. അങ്ങനെ കണ്ടകശനി എന്ന് പറഞ്ഞാൽ ഈ 2 ടീമുകൾക്കും പിന്നാലെ കൂടിയിരിക്കുന്നത്, വിടാതെ പിന്തുടരാണ്. ഒരിക്കലും പ്രീ ക്വാർട്ടറിലൊന്നും സിറ്റിയും ഇന്റർ മിലാനൊന്നും പുറത്താകുന്ന ഒരു ഫുട്ബോൾ പ്രേമികൾ വരും പ്രതീക്ഷ ഉണ്ടാവില്ല. ക്ലബ് വേൾഡ് കപ്പില് പെപ് ഗാർഡിയോള 11 കണ്ടിന്യൂസ് വിജയങ്ങളാണ്. ബാഴ്സലോണയും ബയർണി അങ്ങനെ ഒരുപാട് ടീമുകളിനെ പരിശീലിപ്പിച്ച ടീമുകളിലേക്ക് കൊണ്ട് ഇതൊരു തോൽവി അറിയാണ്ട് 11 മത്സരങ്ങൾ വന്നു.
12ാമത്തെ മത്സരത്തിൽ പെപ്പ് കാലടറി ക്ലബ് വേൾഡ് കപ്പിൽ. അപ്പോൾ ഇനി റയലിന്റെ കളി ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. റയൽ ജുവന്റസ് ആയിട്ട് 1-0. ജുവന്റസിനെ പഞ്ഞി കിട്ടതാണ് ആര് സിറ്റി. പക്ഷേ ഇന്നത്തെ ജുവന്റസിന്റെ കളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 0-0, സെക്കൻഡ് ഹാഫിൽ ഒരു ഗോള്, അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസും ഗോൾ കീപ്പിങ്ങും എല്ലാം കൊണ്ടും ജുവന്റസ് നല്ലൊരു കളിയാണ് കളിച്ചത്. പക്ഷെ ബാക്കിയല്ലാണ്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ കിട്ടിയ ചാൻസ് ഉണ്ടല്ലോ, അതൊക്കെ മുതലാക്കുകയാണെങ്കിൽ ജുവന്റസിന് അപ്പം തന്നെ ലീഡ് എടുക്കണ്ടായിരുന്നു. ഗോൾ കീപ്പർ മാത്രം മുന്നിലുണ്ടായിട്ട് കിട്ടിയ ചാൻസ് അത് ക്രോസ് ബാറിന്റെ ബോളിലൂടെ പോയി. അപ്പോൾ റയൽ മാഡ്രിഡ് പിന്നെ എങ്ങനെയെങ്കിലും എത്തിക്കോളൂ സെമി ഫൈനൽ വരെ, കാലുപടിയല്ല. പക്ഷെ സെമി ഫൈനലിൽ എത്തുമ്പോൾ ബയണോ PSG ആണ് അവിടെ കത്തിരിക്കുന്നത്. മാഡ്രിഡിൽ ക്വാർട്ടറിൽ ബറൂസിയ ഡോട്ട്മണ്ട് ആയിരിക്കും ചിലപ്പോൾ എതിരാളികൾ. പക്ഷെ അത് കഴിഞ്ഞാൽ വരുന്നത് ബയൺ മ്യൂണിക്ക് അല്ലെങ്കിൽ PSG ആണ് സെമിയിൽ വരിക. അപ്പോൾ അവിടെ ഒരു തീപ്പാറിയ പോരാട്ടം തന്നെ നടക്കും. റയലിന് കുറച്ച് എന്താ പറയുക, ആ ചാമ്പ്യൻസ് ലീഗിലുള്ള ഇതൊക്കെ തീർക്കാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇനിയും അട്ടിമറികൾ എന്താണ്, അൽ ഹിലാൽ മിക്കവാറും സെമിയിലെത്താൻ ചാൻസ് ഉണ്ട്, സെമിയിലെത്താൻ ചാൻസ് ഉണ്ട്. എന്താ പാൽമരസ് ആണ്. പാൽമരസിനോട് എനിക്ക് തോന്നുന്നില്ല, പാൽമരസ് ചിലപ്പോൾ പാൽമരസിന്റെ പറയാൻ പറ്റില്ല. ഈ കളികളൊക്കെ അങ്ങനെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് സൗദി ഇപ്പോ അൽ ഹിലാലിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അമേരിക്കയിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, ആ ചൂടും ഇടയ്ക്ക് വരുന്ന മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അതിനോട് സെറ്റായി. എന്താ പറയുക, സൗദിയിൽ ലീഗ് നടക്കുമ്പോൾ ഒരു 4 മാസത്തോളം കഠിന ചൂടാണ്. ആ ചൂടിലാണ് ഇവർ കളിക്കുന്നത്. അപ്പൊ അവർക്ക് അതൊരു വിഷയമായിട്ട് വരില്ല. പക്ഷെ യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമുകളൊക്കെ അതിശൈത്യത്തിൽ കളിച്ചിട്ട് വരുന്ന ടീമുകളാണ്. അവർക്ക് ഇവിടെ വല്ലാതെ പാടുപെടുന്നുണ്ട്. നമുക്ക് ഓരോ കളികൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും അതേപോലെ മെക്സിക്കോ എന്നൊക്കെ വന്ന ടീമുകളും അതേപോലെ അമേരിക്കയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകൾ അവർക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഈ ഒരു ഷെഡ്യൂളും അവിടുത്തെ ഈ ഉച്ച സമയത്തും രാവിലെയൊക്കെ നടക്കുന്ന കളികൾ. പക്ഷേ തീർച്ചയായിട്ടും അത് യൂറോപ്യൻ ടീമുകൾ ശരിക്കും ബാധിക്കുന്നുണ്ട്. അത് നമുക്ക് അവരുടെ ശാരീരിക പ്രകൃതം കണ്ടാൽ തന്നെ അറിയാം അല്ലെ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.